ഇത് എത്രാമത്തെ വീടാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അജ്മുഖ്ലാൽ സാറേ? സാറിനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. എടോ, ഈ അജ്മുഖ്ലാലിന് അത്ര പെട്ടെന്നൊന്നും ഇഷ്ടമായെന്ന് വരില്ല. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം ഇഷ്ടമായാലോ അത് സ്വന്തമാക്കാതെ അടങ്ങിയിരിക്കുകയുമില്ല. ഈ ഒരു വീട് മാത്രമേ ഇനി ബാക്കിയുള്ളൂ, അതും കണ്ടോ? കൊള്ളാം 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 കൊള്ളാം. ഉഗ്രം വീടാണല്ലോ കാണിച്ചു തന്ന ഖരേലു സിംഗ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാറിന് തെറ്റുപറ്റിയതാണ്. എന്റെ സാറിന് ഞാൻ 602 നമ്പർ വീടാണ് കാണിച്ചത്. പക്ഷെ സാറിപ്പോ നോക്കുന്ന വീട്, അതായത് 601 നമ്പർ വീട്, സാറിന് ഒരിക്കലും വാങ്ങാൻ കഴിയില്ല. അതെന്താ എനിക്ക് കിട്ടാത്തത്? കാരണം ആ വീട് അമ്മാവന്റെ അനന്തരവന്റെയാണ്. അവർ ഒരിക്കലും സ്വന്തം വീട് വിൽക്കാൻ പോകുന്നില്ല സാറേ. അതുകൊണ്ട് 601 നമ്പർ വീടിന്റെ കാര്യം സാറങ്ങ് മറന്നു കളഞ്ഞേക്ക്. പിന്നെ ഈ 602 വീട് ഇഷ്ടമായെങ്കിൽ അത് പറയൂ. ഖരേലു സിംഗ്, താനിപ്പോ എനിക്ക് 602 വീട് തന്നെ കാണിച്ചു തന്നാ മതി. 601 നമ്പർ വീട് ഞാൻ സ്വന്തമായി തന്നെ വാങ്ങിക്കോളാം. കണ്ടോ മക്കളെ, പുതിയ അയൽക്കാർ താമസത്തിന് വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. നമുക്കിപ്പൊ തന്നെ ചെന്ന് പരിചയപ്പെടാമല്ലേ? ക്ഷമിക്കൂ സാറേ, ഇവിടെ ആരോ പുതിയതായി താമസത്തിന് വന്നില്ലേ? അവരെവിടെയാ ഉള്ളത്? അത് ഞാൻ തന്നെയാണ്. ക്ഷമിക്കണം സാറേ, സാറിന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ എന്റെ പേര് ബൽവന്ത്, ഇവന്റെ പേര് ജെയിംസ്. ആളുകൾ സ്നേഹത്തോടെ ഞങ്ങളെ അമ്മാവൻ അനന്തരവെന്നാ വിളിക്കാറുള്ളത്. എന്റെ പേര് അജ്മുഖ്ലാൽ എന്നാണ്. പക്ഷെ ആർക്കും എന്നോട് വലിയ സ്നേഹമൊന്നുമില്ലെന്നേ. സാർ ഇവിടെ പുതിയ ആളാണല്ലോ. എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നാൽ സാറ് ചോദിക്കാൻ മറക്കല്ലേ. അതെ, എനിക്ക് സാറിന്റെ വീട് മാത്രം തന്നാ മതി. എനിക്ക് തൽക്കാലം ഈ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. സാറ് ശരിക്കും നല്ല തമാശക്കാരനാണല്ലോ. ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ചിരി കണ്ട് എന്നെ അളക്കരുത്. അല്പം ബുദ്ധി ഉപയോഗിക്കാൻ നോക്ക്. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നേ? നിങ്ങൾ നിങ്ങളുടെ ഈ വീട് വിൽക്കാൻ തയ്യാറല്ലെന്നാണല്ലോ ഞാൻ കേട്ടത്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അത് സ്വന്തമാക്കാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അയൽക്കാരനായി തന്നെ വന്നത്. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളെ വീടും ഞാൻ കൈയടക്കും അനന്തരവാ. നിങ്ങളൊരു ഭയങ്കര പിടിവാശിക്കാരനാണല്ലോ. അത് ഞാൻ സമ്മതിക്കുന്നു, നേരത്തെ പറഞ്ഞതാണല്ലോ. എന്റെ ചിരി കണ്ട് എന്നെ അളക്കരുത്. അല്പം ബുദ്ധി ഉപയോഗിക്ക്. സ്കൂട്ടറിന്റെ ടയർ പഞ്ചറാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങളുടെ സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായെന്നോ? അതെങ്ങനെയാ നിർത്തിയിട്ടിരിക്കുന്ന സ്കൂട്ടറിന്റെ ടയർ പഞ്ചറാവുന്നത്? ഇതാരോ മനഃപൂർവ്വം പഞ്ചറാക്കിയെന്നാ തോന്നുന്നത്. എനിക്കൊന്നും അറിയില്ല കേട്ടോ, ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല. എന്റെ ചിരി കണ്ടെന്നെ അളക്കരുത്. നിങ്ങളൊരൽപ്പം ബുദ്ധി ഉപയോഗിക്കേ. മക്കളെ, ഭയങ്കര ശബ്ദം എവിടുന്നാ? ഇത് ഹസ്മുഖ്ലാലിന്റെ പണിയായിരിക്കും. എത്രയും പെട്ടെന്ന് പോലീസ് മാഡത്തിന് വിളിക്കണം. ഹലോ പോലീസ് മാഡം, ഹസ്മുഖ്ലാലിന്റെ ഉപദ്രവം കൂടിക്കൂടി വരികയാണ്. അമ്മാവൻ എന്താ പറഞ്ഞു വരുന്നത്? അയാളുടെ ഉപദ്രവം കൂടി വരുന്നെന്നോ? നിങ്ങൾ പേടിക്കാതിരിക്കുന്നേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. കേട്ടോ അമ്മാവ? എടോ ബഹദൂറെ, ജീപ്പ് എടുക്കടോ. നാശം പിടിച്ച പഴത്തൊലി കാരണം എന്റെ മേക്കപ്പ് എല്ലാം പോയല്ലോ. പോലീസ് മാഡം, നിങ്ങൾ വന്നത് എന്തായാലും നന്നായി. ഞങ്ങളുടെ പുതിയ അയൽക്കാരൻ ഹസ്മുഖ്ലാലിനെ കൊണ്ട് ആകെ പൊറുതിമുട്ടിയിരിക്കുക. നട റോഡിലാണോ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? എന്റെ മേക്കപ്പ് മുഴുവൻ കുളമായില്ലേ, നോക്കിക്കേ. ഓഹോ, ഈ അമ്മാവൻ എത്ര ഉത്തരവാദിത്തമില്ലാതായല്ലോ.
ഇവിടെ എല്ലാം കച്ചട വാരി ഇട്ടേക്കുന്ന കണ്ടില്ലേ? ഇവരുടെ വീട്ടിലെ ചവറ് വരെ ഞാനാണ് വൃത്തിയാക്കുന്നത്. ഇപ്പൊ ഈ ഫണ്ടൂസ് നഗർ എന്റെയും കൂടെ അല്ലേ, അതുകൊണ്ട് ഇവിടെയെല്ലാം നമ്മൾ തന്നെ വൃത്തിയാക്കി സൂക്ഷിക്കണ്ടേ. പോലീസ് മാഡത്തിന്റെ മുൻപിൽ നല്ല മനുഷ്യനെ അഭിനയിക്കുന്നത് എന്തിനാ? പോലീസ് മാഡം, നിങ്ങളാണോ പോലീസ് മാഡം? ഞാൻ മേഡത്തിന്റെ സാഹസ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്നിതാ മേഡത്തിനെ കാണാനും സാധിച്ചു. ഞാൻ ധന്യനായിരിക്കുന്നു മേഡം. അമ്മാവനും അനന്തരവനും എന്തിനാ ഇങ്ങനൊരു നല്ല മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നത്? നല്ല സുഹൃത്തുക്കളായി സ്നേഹത്തോടെ ജീവിച്ചൂടെ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പരിസരം വൃത്തികേടാക്കിയിടുന്ന അമ്മാവ? ഇന്ന് ഈ അയൽക്കാരന്റെ വീട്ടിൽ സേവനവാരം നടത്താമല്ലേ? ഇയാളുടെ തോന്നിയാസം കുറച്ച് കൂടുന്നുണ്ട്. ഇതിന് നമ്മൾ അയാൾക്കൊരു പണി കൊടുത്തേ പറ്റൂ. എന്ത് പറ്റി അങ്കിൾ? വേസ്റ്റ് എറിയാൻ വന്നതാണോ? ആ വേഗം വരച്ചെറിഞ്ഞു. എനിക്കൊരു ഫോട്ടോ എടുക്കാനാ. വേഗം ഒന്ന് എറിയേ. ഈ ചെറുക്ക എന്നോട് ബുദ്ധിസാമർഥ്യം കാണിക്കുകയാണല്ലോ. ചണ്ടു മണ്ടു, അമ്മാവിന്റെ വീട്, അതായത് 601 നമ്പർ വീട്ടിന്റെ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്തേക്ക്. ഇനി എല്ലാം അടിപൊളിയായിരിക്കും. അപ്പൊ ഇതാണ് അമ്മാവിന്റെ വീട് 601. ഇപ്പൊ തന്നെ ഇതിലേക്കുള്ള വെള്ളത്തിന്റെ കണക്ഷൻ കട്ട് ചെയ്തേക്കാം. ഇനി നോയിക്കോടാ, വെള്ളമില്ലാതെ മീനുകൾ കിടന്ന് പിടഞ്ഞ് ചാവും. അമ്മാവാ, അമ്മാവനിത് കണ്ടോ? വെള്ളത്തിന്റെ കണക്ഷൻ കട്ടാവും. പക്ഷെ നമ്മുടെ വീട്ടിലല്ല, മറ്റൊരാളുടെ വീട്ടില്. അയ്യോ, ഇതെന്തു പറ്റി? വെള്ളം തീർന്നു. അയ്യോ, എന്റെ കണ്ണ് തീർന്ന്. അയ്യോ, വെള്ളം വെള്ളം. അയ്യോ, ഇയാൾ എന്റെ വെള്ളം മുഴുവൻ ഒഴിച്ച് കളഞ്ഞല്ലോ. സാറിന് ചുന്നുനി മുന്നണി ഒന്നും പേടിയില്ല. ഒരു നിമിഷം കൊണ്ട് തോൽപ്പിച്ച് കളയും. അതെ അതെ, എനിക്കൊരു മുന്നൂനെയും പേടിയില്ല. അതെ സാറേ, സാർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? താങ്കളാണോ മുന്നു? അങ്ങനെ കുളിക്കാനുള്ള വെള്ളം കിട്ടി. വെള്ളത്തിന്റെ കണക്ഷൻ കട്ട് ചെയ്തപ്പോ വീട് മാറിപ്പോയെന്ന് തോന്നുന്നേ. എന്താ, ശരിയല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഈ വീട് എനിക്ക് സ്വന്തമായില്ലെങ്കിൽ പിന്നെ ഇവിടെ ആരും താമസിക്കാൻ പാടില്ല. എടാ മക്കളെ, ഈ അസ്മുഖലാൽ നമ്മുടെ വീട് ഇടിച്ച് തകർക്കുമെന്നാ തോന്നുന്നത്. ഞാനിവിടെ ഉള്ളപ്പോ അമ്മാവനും അമ്മാവന്റെ വീടിനും ഒന്നും പറ്റില്ല. പേടിക്കണ്ട, ഒരു മിനിറ്റിൽ ഞാൻ ഇപ്പൊ വരാം. അമ്മാവാ, ഇത് ഗോജങ്ങളുടെ റബ്ബർ ഗണ്ണാ. ഇത് വെച്ച് നമുക്ക് എന്ത് സാധനവും റബ്ബറാക്കാം. ചണ്ടു പണ്ടു, ഈ മെഷീനെ നിർത്താൻ ശ്രമിക്ക്. അയ്യോ, രക്ഷിക്കണേ, ഞാനിപ്പോ ചാവുമേ. നിന്ന് ചിരിക്കുകയാണല്ലേ? ഇനി ഹജ്ബുക് ലാലിന് ചിരിക്കാനുള്ള അവസരമാണ്. മോനെ, നിന്റെ കളികൾ അവസാനിച്ചുടാ. ഇനിയാണ് ശരിക്കും രസം. എടാ മക്കളെ, നമ്മുടെ വീട്. അമ്മാവാ, നമ്മുടെ വീടിന് ഒന്നും പറ്റില്ല. ഇത് ഞാൻ അമ്മാവന് തരുന്ന വാക്കാ. അമ്മാവൻ അയാളോട് സംസാരിച്ചോണ്ടിരിക്കെ. ചെറുക്കൻ എങ്ങോട്ടാ ഈ പേടിച്ചോടുന്നത്? അതെ അസ്മുഖലാൽ സാറേ, ഇത് എന്റെ വീടായത് കൊണ്ട് ബോംബിനുള്ള കൗണ്ട് ഡൗണും എനിക്ക് തന്നെ വിട്ടുതരണം പ്ലീസ്. അതിനെന്താ, നിങ്ങളെ ഈ ആഗ്രഹം ഞാൻ സാധിച്ചു തരും കേട്ടോ. 5 4 3 2 1.
അയ്യോ അയ്യോ എന്റെ വീട് പോയേ. അമ്മാവന്റെ വീട് നശിപ്പിക്കാൻ പോയിട്ട് ഇപ്പൊ എന്റെ വീടാണല്ലോ നശിച്ചത്. ഞങ്ങളോട് ഉടക്കാൻ നിന്നാൽ ഞങ്ങൾ ഉടച്ച് കയ്യിൽ തരും. രൂപം കണ്ട് തന്നെ അളക്കാൻ വരില്ലേ? ഓക്കെ അല്ലേ അമ്മാമ? അതേ അനന്തരവാ.